നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണം കേട്ടോ. എന്താ ഈ വീഡിയോയുടെ പ്രത്യേകത എന്നറിയാമോ? ഇതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ചാനലിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഓരോ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടൊരു മാനിഫെസ്റ്റേഷൻ നടക്കുന്ന ഒരു ഡേ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡേയുടെ പ്രത്യേകത എന്താ വെച്ചാൽ സെപ്റ്റംബർ 9 ഇത്. അപ്പോൾ ഈ 9ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 9 ഭയങ്കര ഒരു മാജിക്കൽ ഫിഗറാണ്. നിങ്ങൾക്കറിയാലോ, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ 9 മാസം പ്രഗ്നൻസി കഴിയുമ്പോഴാണ് കുഞ്ഞിനെ കിട്ടണേ. അപ്പോൾ ഈ 9 എന്ന് പറയുന്നതിന് ഒത്തിരി മാജിക്കൽ ആയിട്ടുള്ള ഒരു പവറുള്ള ഒരു നമ്പറാണ് ന്യൂമറോളജി വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 9 ഓപ്പൺ ആവുന്നത്. ഈ ഒരു 9ന്റെ പ്രത്യേകത എന്താണ്? 999 പോർട്ടൽ എന്ന് പറയും. കാര്യം ഈ ഒരു സെപ്റ്റംബർ 9 ആണ് 9 മാസമാണ്. അഗെയിൻ 2025. അപ്പോൾ ഇതാണ് ആ ഒരു ഡേയുടെ പ്രത്യേകത. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾ സാധാരണഗതിയിൽ ഞാൻ പറയുമല്ലോ, എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേ എഴുതി കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ആണ്, ട്രിപ്പിൾ എഫക്റ്റ് ആണ്, അങ്ങനെയൊക്കെ പറയുമല്ലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത 100 ടൈംസ് ഫാസ്റ്ററായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടാൻ പറ്റുന്ന ലെവലിലേക്കുള്ള ഒരു ക്ലിയർ ഒരു റോഡ് അല്ലെങ്കിൽ ഒരു വാതിൽ തുറന്ന് കിട്ടണ ഒരു പോർട്ടലാണ്. അപ്പം നമ്മൾ ഈ ഒരു ഡേ നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? നമ്മുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഉണ്ടല്ലോ, നമുക്കങ്ങ് വിട്ടുകളയാൻ പറ്റും. ഒരു പുതിയ ഒരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ബിഗിനിങ് നമുക്ക് തുടങ്ങാനായിട്ട് പറ്റിയ ഒരു ദിവസമാണ്. എഴുതാൻ റെഡിയാണോ? സാധാരണ എഴുത്തു പോലെയല്ല, ഇതൊരു പുതിയ ഒരു പ്രാക്ടീസാണ്. സാധാരണഗതി നമ്മളെ ഡിസൈറൊക്കെ എഴുതുക. ഇത് ഡിസൈർ എഴുതുന്ന ഒരു മെത്തേഡല്ല. എത്ര പേർക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ? എത്ര ആൾക്കാർ സ്റ്റക്കാണ്? ചില ആൾക്കാർ പറയും ഞാൻ മണി ബ്ലോക്കേജ് ആണ്. ചിലർ പറയും ഞാൻ 20 വർഷമായിട്ട് ഒരു ഗ്രോത്തും ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു കരിയർ ഇപ്പെട്ടെടുക്കുകയാണ്. ചിലർ പറയും എനിക്ക് ഭയങ്കര സംശയമാണ്, ഞാൻ ഒന്നും ആയില്ല, അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം. ഇങ്ങനെ പല പല പ്രശ്നം. ചിലർ പറയും ഞാൻ ടോക്സിക് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കണില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു അറ്റം കാണാത്ത അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പോർട്ടൽ, ഈ ഡേ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മൾക്ക് പ്രാക്ടീസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരട്ടെ. ഭയങ്കര സിമ്പിൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇത് എഴുതാൻ ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 9 രാവിലെ 9 മണിക്കും ഒരു 9 മിനിറ്റിൻ്റെ ഇടയിൽ 9 എഴുതണത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ എടുക്കാം, ആ ഒരു പേപ്പറിലേക്ക് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഒരു ബേ ലീഫ് എടുക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ വളരെ കംഫർട്ടബിളായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു മണി ബ്ലോക്കേജ് ആയിരിക്കും. നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ടൊരു എമൗണ്ട് കിട്ടാനുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര വിഷമവും പെയിനും ഫ്രസ്ട്രേഷനും സങ്കടവും റിഗ്രറ്റും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. ചില ആൾക്കാർക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് ആവാം. എനിത്തിങ് എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷനെ, ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ റിലീസ് ചെയ്യാനാണ് ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ നമ്മൾ പോണത്. കാര്യം എന്താ അറിയാമോ? നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മൾക്ക് ഒരു സ്പേസ് ഉണ്ടാവില്ല, മെൻ്റൽ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനോ ഒരു പുതിയ കാര്യങ്ങളിലേക്ക് പോകാനോ ഒന്നും പറ്റില്ല. കാര്യം ഒരു പുതിയ ജോലിക്ക് നമുക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം നിൽക്കുന്ന ജോലിയിൽ നിന്ന് ഇറങ്ങണം. അല്ലാതെ നമുക്കൊരു പുതിയ ജോലി ഉണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് നമുക്ക് ഭയങ്കര ലോസിൽ പോണൊരു ബിസിനസ്സാണ്, ആ ബിസിനസ്സിന് ഒരു ഗ്രോത്തും ഇല്ല. അപ്പോൾ അതിനെ ഒന്ന് അവസാനിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പല സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് സങ്കടമാണ്. കാര്യം എൻ്റെ ജീവിതം തീർന്നു പോയോ, എൻ്റെ ലൈഫ് ഇനി അങ്ങ് നശിച്ചു പോയോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ ചില മനുഷ്യർ ജീവിതത്തിൽ കല്യാണം കഴിച്ചങ്ങ് കയറി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് ഒന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിയാലേ നമ്മുടെ ജീവിതത്തിലൊരു രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പല പല സാഹചര്യത്തിൽ പലരും വർഷങ്ങളായിട്ട് പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ റിലീസ് ചെയ്യാനും നിങ്ങളെ ഒരു ഗുണമില്ലാത്ത രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നരക തുല്യമാക്കുന്ന കാര്യങ്ങളെ
എന്താണ് വിട്ട് കളഞ്ഞ് ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റണ ഒരു സമയമാണ് ഈ ഒരു പോർട്ടൽ. ക്ലിയർ ആണോ? അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു സ്ഥലത്തിരിക്കുക. ഈ ഒരു ടൈമിംഗ് ആണ് ഏറ്റവും നല്ലത്. ആ ടൈമിംഗ് വേണം എന്നില്ല, നൈൻത്തിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കുക, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിലേഷൻഷിപ്പാണോ, ജോലിയാണോ, എൻ്റെ തന്നെ ദുശീലങ്ങളാണോ, എന്താണ് എന്നെ ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാത്ത ആ ഒരു കാര്യം? അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മളിങ്ങനെ ടെസ്റ്റായിട്ടൊക്കെ വരുമ്പോഴേ പലപ്പോഴും നമ്മളല്ലോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയുള്ള ശിക്ഷയൊക്കെ കിട്ടണത്, ബാക്കി എല്ലാവരും ഭയങ്കര നന്നായിട്ട് ജീവിക്കണം, ഞാൻ മാത്രം ഓരോ ദിവസം കഴിയും തോറും താഴേക്ക് പോണേ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ, പല സമയത്തും തോന്നിയിട്ടുണ്ട്. ഇതെന്താ ഞാൻ മാത്രം, എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യണേ എന്നൊക്കെ ചോദിച്ച കുറേ വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള നമ്മളുടെ റിഗ്രറ്റ് ആവാം, പാസ്റ്റിലെ മെമ്മറീസ് ആവാം, എല്ലാത്തിനും റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ നമ്മൾക്ക് എന്താണോ നമ്മളെ അലട്ടുന്ന പ്രശ്നം, അതിനെ നമ്മൾ ഈ ഒരു ബേ ലീഫിലേക്ക് എഴുതാം, അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതാം. എഴുതിയിട്ട് എന്ത് ചെയ്യുക? നമ്മളൊരു കുറച്ച് നേരം സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കാം. എഗെയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാനുള്ളൊരു മ്യൂസിക് നമ്മളുടെ ഇതിൽ ഇട്ടിട്ടുണ്ട്, 888 ഹേർട്സിലുള്ളൊരു മ്യൂസിക്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് പ്ലേ ചെയ്യാം സറൗണ്ടിങ്ങിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് എഴുതാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തെ ഒരു ശക്തിയിലേക്ക്, ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാത്ത കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ആ ബേ ലീഫിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുക. എഴുതിയിട്ട് എന്ത് ചെയ്യുക? അത് നിങ്ങളുടെ 2 കയ്യിലിങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് 9 ബ്രീത്ത്സ് അകത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പുതിയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു പുതിയ പ്രകാശത്തോടെ നിങ്ങൾ ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഒരിക്കലും ശക്തിയിലേക്ക് കൊണ്ടുപോകാത്ത, നിങ്ങളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കാത്ത ആ ഒരു വികാരങ്ങളെ പുറത്തു വിടുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചിട്ട് വേണം ബ്രീത്ത് ഔട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു 9 ബ്രീത്ത് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾ ഈ ഒരു ബേ ലീഫ് അല്ലെങ്കിൽ ആ പേപ്പർ എടുത്തിട്ട് അതിനെ ശരിക്കും കത്തിക്കുക. കത്തിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? വേണമെങ്കിൽ ഒരു ബോൾ എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ആ ചാരത്തെ ഇടാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു ചെടിയുടെ ചോട്ടിലോ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പൈപ്പിൻ്റെ താഴെയൊക്കെ ഒഴിച്ച് അത് അങ്ങ് കളയാം. അപ്പോൾ ഇത് കളയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഗുണം തരാത്ത ആ ഒരു കാര്യത്തെ റിലീസ് ചെയ്യുന്നതായിട്ട്, നിങ്ങളെ സെർവ് ചെയ്യാത്ത ആ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നതായിട്ടും, നിങ്ങൾ വളരെ ഫ്രീ ആയതായിട്ടും, നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, നിങ്ങളുടെ ഡിസയേഴ്സൊക്കെ നടന്നിട്ടതായിട്ടുള്ള ഒരു ഫീലായിരിക്കണം നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരേണ്ടത്. കാര്യം ഈ പ്രാക്ടീസുകളൊക്കെ നമ്മൾ വർക്ക് ചെയ്യണത് എന്താണെന്നറിയാമോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസുകൾ ചെയ്യണത്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വിശ്വസിക്കണം. ഈ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വാസം ഉണ്ടാവണം, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും ഇതോടെ മാറി, ഇനി എനിക്ക് എല്ലാം പുതിയതാണ്, എല്ലാം എനിക്ക് നല്ലതാണ്, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അങ്ങ് പച്ച പിടിക്കാൻ പോവുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ആ ഒരു ഇമോഷനായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ആ വിശ്വാസം നിങ്ങൾക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, പിന്നെ ലൈഫ് രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പഴയ ആ ഓരോ കാര്യങ്ങളും, നമ്മളുടെ ജീവിതത്തിൽ ശക്തി കൊണ്ടുവരാത്ത, നമ്മൾക്ക് ഗ്രോത്ത് കൊണ്ടുവരാത്ത, തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നിന്ന് പോയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ മെഡിറ്റേഷനൊക്കെ വർക്ക് ചെയ്യുക. നമ്മളുടെ ആ ഒരു പുതിയ കാര്യം ഉണ്ടല്ലോ, നമ്മളൊരു ഗോളൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ, നമ്മുടെ ലൈഫിൽ നമുക്ക് നേടേണ്ട ചിലപ്പോൾ ഒരു കുറച്ച് എമൗണ്ട് ആവാം, ഇപ്പോൾ ഒരു സാലറി ആവാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടേണ്ട ഇൻകം ആവാം, അല്ലെങ്കിൽ നമ്മൾ വെക്കേണ്ട വീടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫ്ലറിഷിങ് കരിയർ ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ല റൊമാൻറ്റിക് പാർട്ണറുമായിട്ടുള്ള ലൈഫ് ആവാം. എന്താണോ നമുക്ക് വേണ്ട ഒരു എൻഡ് റിസൾട്ട്,
നമ്മളിപ്പോൾ ഒരു സമ്പാദിക്കുന്ന പണമാവാം, ആ ഒരു സാലറിയിൽ ആ ജോലി കിട്ടിയിട്ട് നമ്മൾ ജീവിക്കുന്ന ജീവിതമാവാം. ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ എൻഡ് റിസൾട്ടിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒരിക്കൽ പോലും സംശയം ഉണ്ടാവാൻ പാടില്ല. നമ്മൾക്ക് ഓൾറെഡി ആ ഒരു ആഗ്രഹം വന്നു, ആ ആഗ്രഹം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു, പ്രപഞ്ചം നമ്മൾക്കായിട്ട് അത് നടത്തി കഴിഞ്ഞു. ആ ഒരു ഫീലിംഗ് ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. നമ്മുടെ ലൈഫിൽ വെച്ചടി കയറ്റമായിട്ട് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും. കാര്യം സംശയിക്കരുത്. സംശയിച്ചിട്ട് ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അതൊരിക്കലും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ നമ്മളിങ്ങനെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എന്ത് കാര്യവും നടത്താനായിട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു അട്രാക്ഷനാണ്. അല്ലാതെ പുറകെ നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കലല്ല. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗോൾ എഴുതുകയല്ല ചെയ്യണത്. നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന സംശയങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയും തരാത്ത ആ ഒരു അവസ്ഥയെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുവാണ്, വിട്ടുകളയുവാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ തുടക്കത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രാക്ടീസ് 100% ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുക. ലൈഫ് മാറിയിട്ടുണ്ടാവും. കാര്യം ഈ ഒരു ഡേ അത്രയും പവർഫുള്ളാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ആൾക്കാരും ഈ പാസ്റ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് ലൈഫ് രക്ഷപ്പെടാത്തത്. അപ്പോൾ ആ പാസ്റ്റിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാലേ ഈ പ്രസന്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പവർഫുള്ളാണ്. എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു സമയം എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് മാത്രമേ ഉള്ളൂ. നാളെ എന്ന് പറയുന്നതോ അതൊരിക്കലും നമ്മളുടെ കയ്യിലില്ല. ഇന്നലെയോ അത് ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് സ്ഥലത്തും ജീവിതമൊന്നുമില്ല. ജീവിതം എന്ന് പറയുന്നത് ഇന്നലെ മാത്രമാണ്. അപ്പം ഇന്നത്തെ ദിവസത്തെ എത്ര എഫക്റ്റീവായിട്ട് നമ്മളുടെ ലൈഫിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്ര ഫോക്കസ്ഡ് ആയിട്ട്, ലേസർ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ടൈമിനെ ആവാം, എനർജി ആവാം, നമ്മുടെ പണത്തെ ആവാം, നമ്മൾക്ക് നല്ല ഇൻറ്റൻഷൻ വെച്ചിട്ട് ഇട്ട് നോക്കൂ, ലൈഫ് മാറിയിട്ടുണ്ടാവും. ഒരാളുടെ ജീവിതവും വെറുതെ ആവില്ല. അപ്പം ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്യുക. ലൈഫ് മാറിക്കഴിയുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജീവിതം രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുകയും നിങ്ങളുടെ എനർജിയെ ഒന്ന് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതിലേക്കൊന്ന് കൊണ്ടുപോവുകയും ട്യൂൺ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാലേ, നമ്മൾ ഈ റേഡിയോ ട്യൂൺ ചെയ്യില്ലേ, കാര്യം എന്താ, നമ്മളുടെ FM കിട്ടാനായിട്ട് അതുപോലെയാണ്. അത്രയും എളുപ്പമാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ. അതിപ്പോൾ നിങ്ങൾ ഒന്നുമില്ലാത്ത വീട്ടിലാണോ, അല്ലെങ്കിൽ കുറേ വർഷമായിട്ട് പ്രശ്നങ്ങളിലാണ്, ഇതൊന്നും ഒരു കാരണമല്ല. നിങ്ങൾക്ക് നിങ്ങളെ ഉറപ്പായിട്ട് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക വിശ്വാസത്തോടെ. അഗെയിൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണി സ്ട്രക്ചേർഡായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് ഡ്രീംസും നിങ്ങൾക്ക് നടത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളിലേക്ക് വരിക. ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം എങ്ങനെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സൂപ്പർ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റണമെന്നുള്ളത്. ഒരു മാസം എൻ്റെ കൂടെ ഒന്ന് നിന്ന് നോക്കൂ. ഒരു മാസം നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ട്യൂണിങ് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അബണ്ടൻസിനെ അട്രാക്റ്റ് ചെയ്യണത്. ഇന്നലെ വരെ നിങ്ങൾക്ക് കാണാതിരുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റണത്, നിങ്ങളുടെ ജീവിതം മാറണത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണം എന്നുള്ള ആൾക്കാർ ഇതിൽ തന്നെ നമ്പേഴ്സ് ഞാൻ പിൻ ചെയ്യാം. അതിൽ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, ഫ്രീ ക്ലാസ്സുകളിൽ വരിക, അല്ലെങ്കിൽ പെയ്ഡ് ക്ലാസ്സിലേക്ക് വരിക, സ്ട്രക്ചേർഡായിട്ട് പഠിക്കാൻ തുടങ്ങുക. കാര്യം എന്തെന്നറിയാമോ, ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഈ ഒരു അവസരം അത്രയും മാക്സിമം നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമ്മൾക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. കാര്യം എന്താ, എൻ്റെ ജീവിതം ഞാൻ നന്നായിട്ട് ജീവിച്ചു, എൻ്റെ ലൈഫ് ഒരു അർത്ഥവത്തായിട്ടുള്ള ജീവിതമായിരുന്നു, എനിക്ക് സന്തോഷമാണ്. എഗെയിൻ എൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും സന്തോഷം കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുക. ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾക്ക് കൊണ്ടല്ലോ ഓരോ ദിവസം എണീക്കാൻ കൊതിയാകും. ഓരോ ദിവസവും നമ്മൾക്കൊരു ലക്ഷ്യമുള്ള അർത്ഥമുള്ള ഒരു ജീവിതം ജീവിക്കാൻ പറ്റുമ്പോൾ ഒരു നിറവോടെ നമ്മുടെ ലൈഫിലേക്ക് സമൃദ്ധിയാവാം, ഹെൽത്ത് ആവാം, റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, മണി ആവാം, എല്ലാം ഫ്ലോ ചെയ്യും ഒരു പുഴ ഒഴുകണ പോലെ.
ഒന്നും നമ്മൾക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാക്ടീസുകൾ ചെയ്യുക. ഇത് ഇഷ്ടമായെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, എന്താണ് നിങ്ങൾ റിലീസ് ചെയ്യാൻ പോണ ആ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ തടസ്സം എന്നുള്ള കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇന്ന് ഈ ഒരു 9th നിങ്ങൾ ഈ പ്രാക്ടീസുകൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ നടന്നു കഴിയുമ്പോൾ വന്ന് പറയാനും മറക്കരുത് കേട്ടോ. കാര്യം എന്നറിയുമോ, ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളുടെ ലൈഫ് മാറണം. അവർ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റണം. അവരുടെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും, ഹെൽത്ത് ആവാം, റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, മണി ആവാം, എല്ലാം സമൃദ്ധിയുള്ള ഒരു ഐശ്വര്യമുള്ളൊരു ലൈഫ് അവരുടെ ലൈഫിൽ കിട്ടണം എന്നൊരു പ്രാർത്ഥനയോടെയാണ് ഈ ഒരു വീഡിയോസ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിന്ന് ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം ഞാൻ സാരി എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു, നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സാരി ഒന്നും എടുക്കാൻ പോയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം പല ആൾക്കാരും ഒത്തിരി സക്സസ് സ്റ്റോറീസ് എൻ്റെ നമ്പറിലേക്ക് വന്നിട്ട് ഷെയർ ചെയ്യാറുണ്ട്. കാര്യം 369 ചെയ്തു, ജോലി കിട്ടി, ചില ആൾക്കാർ ലോട്ടറി അടിച്ചു എന്നൊക്കെ വരെ പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോസിൽ കമൻ്റായിട്ട് വന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഓരോ ദിവസം കഴിയുന്നതിനും അത്രയധികം ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഈ കുഞ്ഞ് എഫേർട്ട് നടക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എൻ്റെ ടീമിന് അത്രയും സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഏത് കാര്യങ്ങൾ കണ്ടാലും ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ എഴുതുമ്പോൾ നിങ്ങളെയും അതിലേക്ക് കൊണ്ടുവന്നതും നിങ്ങൾക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യണത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു വാല്യൂ ആയിട്ട് തോന്നണുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഇഷ്ടം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും ഫ്രണ്ട്സിന് എഴുതുക. അവരുടെ ലൈഫ് മാറ്റാനും അവരുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധി അട്രാക്റ്റ് ചെയ്യാനുള്ള മാജിക്കൽ പവറിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ഒരുമിച്ച് അവരെ സഹായിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ.